ഹായ് എവരിവൻ, വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ രാസബന്ധനം, കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ എന്താണ് രാസബന്ധനം എന്ന് നോക്കാം. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, എന്താണ് രാസബന്ധനം? എന്തിനാണ് ആറ്റങ്ങൾ രാസബന്ധനത്തിൽ അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്? അതായത് ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രയുണ്ടാകുന്നത് അതിന് സ്ഥിരത കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ആറ്റം അങ്ങനെ നിൽക്കുമ്പോൾ മേ ബി അത് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? തന്മാത്ര രൂപീകരണത്തിന് മുൻകൈ എടുക്കുന്നത്. അല്ലെങ്കിൽ തന്മാത്ര രൂപീകരിക്കുന്നത് എന്തിനാണ്? സ്റ്റെബിലിറ്റി കൈവരിക്കാൻ, സ്ഥിരത കൈവരിക്കാൻ. അപ്പോൾ തന്മാത്രാ രൂപീകരണത്തിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആകർഷണ ബലത്തെയാണ് നമ്മൾ രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ്? തന്മാത്രാ രൂപീകരണത്തിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബന്ധനമാണ് രാസബന്ധനം. പരസ്പരം ചേർത്ത് നിർത്തുന്ന ആ ഒരു ആകർഷണ ബലമാണ് രാസബന്ധനം എന്ന് പറയുന്നത്. ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു ആകർഷണ ബലം, അതാണ് രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട്. ഇനി രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ നേടി സ്ഥിരത കൈവരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് സ്ഥിരത കൈവരിക്കുന്നത്? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ തന്മാത്രകളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ തന്മാത്ര രൂപീകരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് തന്മാത്രയായി കഴിഞ്ഞാൽ സ്ഥിരതയായി എന്ന് നമ്മൾ മനസ്സിലാക്കുക? ഓരോ ആറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ നേടണം. അങ്ങനെയുള്ള ആറ്റങ്ങൾ സ്റ്റേബിളാണ് അല്ലെങ്കിൽ സ്ഥിരത കൈവരിച്ചു എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ, നോബൽ ഗ്യാസസ്. അവ എന്ത് ചെയ്യുന്നില്ല? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം എന്താണ്? അവയുടെ ബാഹ്യതമ ഷെല്ലിൽ ഓൾറെഡി 8 ഇലക്ട്രോൺ ഉണ്ട്. സോ ഒക്ടറ്റ് കോൺഫിഗറേഷൻ അവർക്കുണ്ട്. അതായത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നമ്മുടെ ഏതിലാണ്? ഉത്കൃഷ്ടവാതകങ്ങളിൽ, നോബൽ ഗ്യാസസിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസമാണ്. അതായത് അവരുടെ അവസാനത്തെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റേബിളാണ്, അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. അതിനാൽ ഇനിയൊരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട കാര്യം അവർക്കില്ല. അതുകൊണ്ട് ഉത്കൃഷ്ടവാതകങ്ങളൊന്നും രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെയുള്ള ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? നമ്മുടെ ഹീലിയം, ഓക്കെ, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ഓക്കെ, അതിൽ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. നിയോൺ 10, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8 എന്ന് വരും. ആർഗണിൻ്റെ 18 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 8 എന്ന് വരും. ക്രിപ്റ്റോൺ 36 ആണ്, 2, 8, 18, 8 എന്ന് വരും. സെനോൺ 54 ആണ്, 2, 8, 18, 18, 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം പ്രത്യേകത എന്താണ്? സിനോൺ തൊട്ടിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതം ഉണ്ട്. ഓക്കെ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതമുണ്ട്. അതായത് അവരുടെ എല്ലാം എന്താണ്? അഷ്ടക ഇലക്ട്രോൺ, അതായത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഹീലിയത്തിൻ്റെ കേസ് എടുത്ത് ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. അപ്പോൾ ഹീലിയം ആറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹീലിയം ആറ്റത്തിന് ആകെ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ്. ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. അതിനാൽ ഹീലിയം ആറ്റത്തിൻ്റെ കാര്യത്തിൽ ഈ 2 ഇലക്ട്രോൺ സംവിധാനം എന്താണ്? സ്ഥിരതയുള്ള സംവിധാനമാണ്. ബാക്കി ഹീലിയം കഴിഞ്ഞ് ബാക്കി നിയോൺ ആയാലും ആർഗോൺ ആയാലും എല്ലാത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്, അതായത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസമാണ്. അവർ സ്റ്റേബിളാണ്. ഓക്കെ, ഈ രാസബന്ധനം തന്നെ പല ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് അയോണിക ബന്ധനം, അയണിക് ബോണ്ടിങ്. അപ്പോൾ അയണിക് ബോണ്ടിങ്ങിനെ കുറിച്ച് പറയും മുമ്പേ ഇവിടെ നമ്മളൊരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. അതായത് സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം കാണിച്ചിരിക്കുന്നത് കണ്ടോ?
ഈ ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആരാണ് ആവിഷ്കരിച്ചത്? അതായത് മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ അതായത് ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ചത് ഗിൽബർട്ട് എൻ ലൂയിസ് എന്ന അമേരിക്കൻ രസതന്ത്രജ്ഞനാണ്. കുത്തുകൾക്ക് പുറമെ ഗുണനചിഹ്നങ്ങളും ഉപയോഗിക്കാറുണ്ട്. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും നമ്മൾ ഇലക്ട്രോണുകളെ ഇങ്ങനെ ഡോട്ട് രൂപത്തിൽ രേഖപ്പെടുത്തുന്നത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ആദ്യമായിട്ട് അവലംബിച്ചത് ആരാണ്? ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. പഠിച്ചു വെക്കുക കേട്ടോ. ഗിൽബർട്ട് എൻ ലൂയിസ് ആണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആവിഷ്കരിച്ചത്. ഓക്കെ, ഇനി അയോണിക ബന്ധനത്തിനെ കുറിച്ച്, അയണിക് ബോണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആരാണ്? ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. ഇവിടെ സോഡിയത്തിൻ്റെ ഒരു ഡയഗ്രവും ക്ലോറിൻ്റെ ഒരു മോഡൽ, ആറ്റം മോഡലും കാണിച്ചിട്ടുണ്ട്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 281 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലോറിൻ്റെത് 17 287. എന്ത് സംഭവിച്ചു? ഇവിടെ എന്താണ്? സോഡിയത്തിന് 281 സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ 281 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ 2 എന്നാവില്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവും സോഡിയത്തിന്. സോഡിയം സ്റ്റേബിൾ ആവും. അതുകൊണ്ട് സോഡിയം എന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രോണിനെ അതിൻ്റെ കൂടെ പങ്കെടുക്കുന്ന, അതായത് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 287 ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ക്ലോറിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ക്ലോറിൻ എങ്ങനെയാവും? 288 എന്നാവും. അവിടെയും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവും, ആൾ സ്റ്റേബിൾ ആവും. അപ്പോൾ ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ ആർക്ക് പോയി? ക്ലോറിന് പോയി. അതുകൊണ്ട് തന്നെ സോഡിയം എന്തായി? Na+ ആയി. ഒരു ഇലക്ട്രോൺ ക്ലോറിന് കിട്ടുന്നത് കൊണ്ട് തന്നെ ക്ലോറിൻ എന്തായി? Cl- ആയി. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോൺ കൈമാറ്റം വഴി ഉണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. സോഡിയം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന, എനിക്ക് എക്സസ് ആയിട്ടുണ്ടായിരുന്ന, അതായത് അത്യാവശ്യമില്ലാത്തൊരു കാര്യം ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യപ്പെടുന്നു? കൈമാറ്റം ചെയ്യപ്പെടുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വേറൊരാൾക്ക് കൊടുക്കുന്നു. അതിപ്പോൾ ഇലക്ട്രോണിൻ്റെ രൂപത്തിൽ പറഞ്ഞാൽ ഇലക്ട്രോൺ, സോഡിയത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രോൺ സോഡിയം ആർക്ക് കൊടുക്കുന്നു? ക്ലോറിന് കൊടുക്കുന്നു. അങ്ങനെ ഇലക്ട്രോൺ കൈമാറ്റം വഴി ഉണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം എന്ന് പറയുന്നത്. അയോണിക ബന്ധനം എന്ന് പേര് വരാൻ കാരണം ആ ഇലക്ട്രോൺ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്നത് അയോൺസ് ആണ്. ഓക്കെ, ഇനി വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്. സോഡിയം ഒരു ഇലക്ട്രോൺ കൊടുത്തപ്പം Na+ ആയി. ക്ലോറിൻ ആ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചപ്പോൾ Cl- ആയി. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ വരുന്നുണ്ട്. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള ഒരു വൈദ്യുത ആകർഷണം, അതാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്. പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ചേർത്ത് നിർത്തുന്നത് ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നു. സോഡിയം ക്ലോറൈഡ് അയോണിക ബന്ധനം വഴി ഉണ്ടായതാണ്. അതെന്താണ്? സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക സംയുക്തമാണ്. അപ്പോൾ NaCl രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സോഡിയം അയോണായി മാറുന്നു. പോസിറ്റീവ് അയോണുകളെ Na+ ആയി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ആ പോസിറ്റീവ് അയോണുകളെയാണ് നമ്മൾ കാറ്റയോണുകൾ എന്ന് പറയുന്നത്. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് ക്ലോറൈഡ് അയോൺ, അതായത് Cl- ആയിട്ട് മാറുന്നു. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അയോണുകളെയാണ് നമ്മൾ ആനയോണുകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, പോസിറ്റീവ് കാറ്റയോൺ, നെഗറ്റീവ് ആനയോൺ. Na+ പോസിറ്റീവാണ്, കാറ്റയോൺ എന്ന് പറയും. Cl- നെഗറ്റീവാണ്, ആനയോൺ എന്ന് പറയും. അതിപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഏത് അയോൺ ആയാലും അവയെ കാറ്റയോൺ എന്ന് പറയും. നെഗറ്റീവ് ഏത് അയോൺ ആയാലും അതിനെ ആനയോൺ എന്ന് പറയും. അപ്പോൾ നമ്മൾ NaCl കേസ് പറഞ്ഞു. ഇനി ഇതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണ്. MgO, മഗ്നീഷ്യം ഓക്സൈഡ്. അതിൽ മഗ്നീഷ്യത്തിൻ്റെത് 12 ആണ്. അപ്പോൾ എങ്ങനെ വരും? 282 എന്ന് വരും. ഓക്സിജൻ്റെതോ 8 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 6 എന്ന് വരും. ഓക്കെ, മഗ്നീഷ്യത്തിന് എക്സസ് ആയിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്.
ആ 2 ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? ഓക്സിജന് കൊടുക്കും. ഓക്സിജന് 6 ആയിരുന്നു, 2 ഇലക്ട്രോൺ കിട്ടിയപ്പോൾ 8 ആയി. അപ്പോൾ ഓക്സിജനും സ്റ്റേബിളായി, മഗ്നീഷ്യവും സ്റ്റേബിളായി. ഇവിടെ Mg 2 ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്നത് കൊണ്ട് 2+O, 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് കൊണ്ട് 2-. അതെന്തായിട്ട് മാറും? MgO ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് എന്ത് നടക്കുക? അയണിക് ബോണ്ടിങ് നടക്കുക. പരസ്പരമുള്ള ആകർഷണം, വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലുള്ള ആകർഷണം. ഓക്കെ, ഇനി ഇതുപോലെ വേറൊരു എക്സാമ്പിളാണ് Na2O. ഇതും അയോണിക് കോമ്പൗണ്ട് ആണ് കേട്ടോ. Na2O. സോഡിയത്തിൻ്റെത് 2, 8, 1. ഓക്സിജൻ്റെത് 2, 6. അപ്പോൾ ഇവിടെ ഓക്സിജന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ 1 സോഡിയം പോരാ, 2 സോഡിയം വേണം. അതുകൊണ്ടാണ് Na2 വന്നേക്കുന്നത്. 1 സോഡിയം പോകുമ്പോൾ Na+ ആയി, 2 സോഡിയം പോയപ്പോൾ Na2+ ആയി. ഓക്കെ, ദെൻ O2- എന്താവും? Na2O ആവും. ക്ലിയർ ആണല്ലോ? ഇത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇലക്ട്രോൺ കൈമാറ്റം വഴി ഫോം ചെയ്യുന്നതാണ് എന്ത്? അയോണിക് ബോണ്ട്. ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക രാസബന്ധനം. അതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ Na2O, നമ്മൾ ആദ്യം പറഞ്ഞ NaCl, ദെൻ MgO, NaF. അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? അയോണിക് ബോണ്ടിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത അയോണിക് ബോണ്ട് പോലെ തന്നെ അടുത്തൊരു ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ആണ് സഹസംയോജക ബന്ധനം, കോവാലന്റ് ബോണ്ടിങ്. ഓക്കെ, കോവാലന്റ് ബോണ്ടിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ അയോണിക് ബോണ്ടിൻ്റെ കേസിൽ എന്ത് പറഞ്ഞു? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കൈമാറ്റം ചെയ്യുക. ഇവിടെ എന്താ ചെയ്യുന്നത്? കൈമാറ്റം ചെയ്യല്ല. എൻ്റെ ഇരിക്കുന്ന ഒരു സാധനം ഞാൻ കംപ്ലീറ്റ്ലി വേറൊരാൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ പങ്കുവയ്ക്കുന്നത് മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലൂറിൻ്റെ കേസ് നോക്ക്. ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഫ്ലൂറിനുണ്ട്. ഒരാളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ വീതം ഉണ്ട്. അടുത്ത ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ഒരു ഫ്ലൂറിൻ, ഒന്നാമത്തെ ഫ്ലൂറിൻ രണ്ടാമത്തെ ഫ്ലൂറിനുമായിട്ട് ഷെയർ ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ, അതായത് ഒന്നാമത്തെ ഫ്ലൂറിനും ആ 2 ഇലക്ട്രോണും സ്വന്തമാണ്, രണ്ടാമത്തെ ഫ്ലൂറിനും ആ ഷെയർ ചെയ്ത 2 ഇലക്ട്രോണും സ്വന്തമാണ്. അപ്പോൾ ഒന്നാമത്തെ ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണായി, രണ്ടാമത്തെ ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും 8 ഇലക്ട്രോണായി, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് കോവാലന്റ് ബോണ്ടിങ്ങിൽ ഷെയറിങ് നടക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? വേറൊരാളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അത് കൈമാറ്റം ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്, പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ പങ്കുവയ്ക്കുന്ന ആ പെയർ ഓഫ് ഇലക്ട്രോൺ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന 2 ആറ്റത്തിനും ഈക്വലി സ്വന്തമാണ്. ഓക്കെ, ഒന്നാമത്തെ ആറ്റത്തിനും ആ ഷെയർ ചെയ്ത 2 ഇലക്ട്രോണും സ്വന്തമാണ്, രണ്ടാമത്തെ ആറ്റത്തിനും ആ ഷെയർ ചെയ്ത 2 ഇലക്ട്രോണും സ്വന്തമാണ്. അപ്പോൾ ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ HCl എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഹൈഡ്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, ക്ലോറിൻ്റെത് 2,7 ആണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. എന്ത് ചെയ്യും? ഹൈഡ്രജൻ അതിൻ്റെ ആ ഒരു ഇലക്ട്രോൺ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യും. സോ ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് 1 ഇലക്ട്രോൺ ഷെയർ ചെയ്തു, ക്ലോറിനും ഹൈഡ്രജനുമായിട്ട് 1 ഇലക്ട്രോൺ ഷെയർ ചെയ്തു. ഹൈഡ്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. 2 പേർക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി, സ്റ്റേബിളായി. 2 പേരും എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്ന 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന 1 ഇലക്ട്രോണിനെ അടുത്ത ആളുമായിട്ട് പങ്കുവച്ചു, ഷെയർ ചെയ്തു.
അങ്ങനെ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തിനെയാണ് സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ് ഏകബന്ധനം. ഫ്ലൂറിൻ്റെ കേസിൽ അതാണ്. ഫ്ലൂറിൻ എന്താ ചെയ്തത്? ഒരു ഇലക്ട്രോണിനെ പങ്കുവച്ചു രണ്ടാമത്തെ ഫ്ലൂറിനുമായിട്ട്. അങ്ങനെ അവിടെ എന്ത് സംഭവിച്ചു? ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവച്ചു. ഒരു ജോഡി പറയുമ്പം 2 ഇലക്ട്രോൺ. ഒരു ജോഡി ഇലക്ട്രോണിനെ പങ്കുവച്ചു. അവർക്കിടയിൽ എന്താണ്? സിംഗിൾ ബോണ്ടാണ്, ഏക ബന്ധനമാണ്. ഓക്കെ. ഇനി 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ് ദ്വിബന്ധനം, ഡബിൾ ബോണ്ട്. ഓക്സിജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഒന്നാമത്തെ ഓക്സിജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലും 6 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഓക്സിജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലും 6 ഇലക്ട്രോൺ ഉണ്ട്. ഓരോ ഓക്സിജനും അവരുടെ 2 ഇലക്ട്രോണിനെ വീതം അടുത്ത ഓക്സിജനുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ടോട്ടല് 4 ഇലക്ട്രോൺ ഷെയർ ചെയ്തു. അതായത് 2 ജോഡി ഇലക്ട്രോൺ. അവർക്കിടയിൽ ഫോം ചെയ്യുന്നത് ഡബിൾ ബോണ്ടാണ്. ഒരു 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ് ദ്വിബന്ധനം, ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്സിജൻ എങ്ങനെയാണ്? ഡബിൾ ബോണ്ടാണ്. ഓക്കെ. ഇനി 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ് ത്രിബന്ധനം, ട്രിപ്പിൾ ബോണ്ട്. നൈട്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ്. അത് രണ്ടാമത്തെ നൈട്രജനുമായിട്ട് അതിലെ 3 ഇലക്ട്രോൺ വീതം ഷെയർ ചെയ്യും. അതായത് 3 ജോഡി 6 ഇലക്ട്രോണിനെ 2 പേരും കൂടി ഷെയർ ചെയ്യും. അവർക്കിടയിൽ എന്താണ്? ട്രിപ്പിൾ ബോണ്ടാണ്. N ട്രിപ്പിൾ ബോണ്ട് N ആണ്. അപ്പോൾ ഒരു ജോഡി ഇലക്ട്രോണിനെ ഷെയർ ചെയ്താൽ ഏകബന്ധനം, 2 ജോഡിയാണെങ്കിൽ ദ്വിബന്ധനം, 3 ജോഡിയാണെങ്കിൽ ത്രിബന്ധനം. ഓർത്തിരിക്കുക കേട്ടോ. സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നു. അയോണിക ബന്ധനമാണെങ്കിൽ അയോണിക സംയുക്തങ്ങൾ, സഹസംയോജക ബന്ധനമാണെങ്കിൽ സഹസംയോജക സംയുക്തങ്ങൾ. ഇനി സഹസംയോജക സംയുക്തങ്ങൾക്കൊരു വേറൊരു എക്സാമ്പിൾ നമ്മുടെ CCl4, കാർബൺ ടെട്രാ ക്ലോറൈഡ്. കാർബണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ് ഉള്ളത്. 1 2 3 4. ക്ലോറിൻ്റെതോ? ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7. 1 2 3 4 5 6 7. ഇത് ഒന്നാമത്തെ ക്ലോറിൻ. ഇവിടെയും അതുപോലെ ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ വീതം. 7. ഇവിടെയും അതേപോലെ 1 2 3 4 5 6 7. ഇവിടെയും ക്ലോറിൻ ഔട്ടർമോസ്റ്റിൽ ടോട്ടൽ 7. ഓക്കെ. ഈ കാർബൺ ഇങ്ങനൊരു ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ കാർബണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയി? 2 4 6 8. ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയോ? ഓരോ ക്ലോറിനും ഇങ്ങനെ എടുക്കും. ഓരോ ക്ലോറിൻ്റെയും ഒക്ടേറ്റും കംപ്ലീറ്റ് ആയി. അത് അങ്ങനെ CCl4 എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പോൾ CCl4 ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? കോവാലന്റ് കോമ്പൗണ്ടിന് എക്സാമ്പിളാണ്. ഇലക്ട്രോണുകളെ അവരെന്താണ് ചെയ്യുന്നത്? ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തൊരു ടോപ്പിക്കാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ രാസബന്ധനം എന്താണെന്നും അയണിക് ബോണ്ട് എന്താണെന്നും കോവാലന്റ് ബോണ്ട് എന്താണെന്നും മനസ്സിലായല്ലോ. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി. നമ്മളിപ്പോൾ സഹസംയോജക ബന്ധനത്തെക്കുറിച്ച് പറഞ്ഞു. ആ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ HClന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജനും ക്ലോറിനും ഇടയിൽ. ഓക്കെ. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇപ്പം A എന്ന് പറയുന്ന ഒരു ആറ്റവും ഉണ്ട്, B എന്ന് പറയുന്ന ഒരു ആറ്റവും ഉണ്ട്. Aയുടെ ഒരു ഇലക്ട്രോൺ Bയുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അത് ഒരു ജോഡി ഇലക്ട്രോണായി. ആ ഒരു ജോഡി ഇലക്ട്രോൺ Aയുടെയും Bയുടെയും നടുക്കുണ്ട്. ആ ഒരു ജോഡി ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ അത് ആറ്റത്തിൻ്റെ അടുത്തേക്ക്, അതായത് Aയുടെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള Aയുടെ കഴിവ് അല്ലെങ്കിൽ Bയുടെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള Bയുടെ കഴിവ്, ആ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുക. ക്ലിയർ ആണല്ലോ. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചത് ലിനസ്
പോളിംഗ് ആണ്. ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചതാരാണ്? ലിനസ് പോളിംഗ് ആണ്. ദെൻ 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് ഇതിൽ ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലയായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലയായി കൊടുത്തിട്ടുള്ളത് 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ്. ഈ സ്കെയിൽ പ്രകാരം ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക സ്വഭാവവും 1.7 കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവവുമായിരിക്കും. അതായത് കാർബൺ മോണോക്സൈഡ് CO, അതിൽ കാർബണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.44 ആണ്. ഓക്കെ, ഓക്സിജൻ്റെതെന്ന് പറയുന്നത് 2.55 ആണ്. ഇതാണ് ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ എന്ന് പറയുന്നത്. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 0.89 വരും. ഇവർ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക സ്വഭാവവും 1.7 കുറവാണെങ്കിൽ, ഇപ്പം 0.89 എന്ന് പറയുന്നത് 1.7 കുറവല്ലേ, അതുകൊണ്ട് CO കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് സഹസംയോജക സ്വഭാവമുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക സ്വഭാവവും 1.7 കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവവുമായിരിക്കും. നമ്മൾ CO എന്ന് പറയുന്ന സംയുക്തത്തിൻ്റെ എക്സാമ്പിൾ നോക്കി. അടുത്തൊരു എക്സാമ്പിൾ NaCl, സോഡിയം ക്ലോറൈഡ്. NaCl സോഡിയത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് 3.16 ആണ്. 3.16 ആണ് സോഡിയത്തിൻ്റെ. ക്ലോറിൻ്റെത് 0.93 ആണ്. ഓക്കെ, 0.93. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.23 എന്ന് വരും. ഈ 2.23 1.7 കൂടുതലായതുകൊണ്ട് 1.7 അതിനേക്കാളും കൂടുതലോ ആണെങ്കിൽ എന്താണ്? അയോണിക ബന്ധനമായിരിക്കും. 2.23 ആയതുകൊണ്ട് അവിടെ അയോണിക ബന്ധനമാണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനി MgCl2, അതിൻ്റെത് മഗ്നീഷ്യത്തിൻ്റെത് 1.31 ക്ലോറിൻ്റെത് 3.16. അവർ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 1.85 എന്നാണ് കിട്ടുക. അത് അയോണിക ബന്ധനമാണ്. MgCl2 അയോണിക ബന്ധനമാണ്. CH4 സഹസംയോജക ബന്ധനമാണ്. അത് ആ ഒരു പോയിന്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക സ്വഭാവവും 1.7 കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവവുമായിരിക്കും. ഓക്കെ, അടുത്തത് പോളാർ നേച്ചർ. അതായത് ഭാഗികമായ വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങളെ പോളാർ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. ഭാഗികമായ വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങളെ പോളാർ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. എക്സാമ്പിളാണ് HF, HBr, H2O, വാട്ടർ എക്സെട്ര. ജലം ഒരു പോളാർ തന്മാത്രയാണ്. ഓക്കെ, അതിൻ്റെ ജലത്തിൻ്റെ മോളിക്കുലാർ മാസ് കുറവാണെങ്കിലും ജലം ദ്രാവകാവസ്ഥയിൽ ഇരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ജലത്തിൻ്റെ പോളാർ നേച്ചറാണ് കേട്ടോ. ഇനി ജലം ഒരു സാർവത്രിക ലായകമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ആവാൻ കാരണവും അതിൻ്റെ പോളാർ നേച്ചറാണ്. ഇനി ഭാഗികമായ വൈദ്യുത ചാർജ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ HCl ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. HClൻ്റെ കേസ് എടുക്കുകയാണ്. HCl ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാണ്? ക്ലോറിനല്ലേ. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ക്ലോറിനാണ്. ആ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം ആ പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ ആ ക്ലോറിൻ്റെ ന്യൂക്ലിയസിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കും. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ HCl എന്ന് പറയുന്നതിൽ ഇവിടുത്തെ ഇലക്ട്രോൺ ജോഡിയെ കൂടുതലായിട്ട് ക്ലോറിൻ്റെ അടുത്തേക്ക് ആകർഷിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ട് ആരുടെ അടുത്തേക്ക് പോകും? ക്ലോറിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ക്ലോറിനൊരു ഡെൽറ്റ നെഗറ്റീവ് ആവും. ഡെൽറ്റ നെഗറ്റീവ് ചാർജ് കിട്ടും ക്ലോറിന്. അപ്പോൾ ആ ഒരു നെഗറ്റീവ്സ് എല്ലാം ക്ലോറിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രജൻ ഒരു ഡെൽറ്റ
പോസിറ്റീവ് ചാർജും കിട്ടും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ജോഡിയെ ക്ലോറിൻ അതിൻ്റെ ന്യൂക്ലിയസിനടുത്തേക്ക് ആകർഷിക്കുന്നത് കൊണ്ട് HCl ക്ലോറിന് ഭാഗികമായ ഒരു നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ്റെ ഭാഗത്ത് ഭാഗികമായ ഒരു പോസിറ്റീവ് ചാർജും, അതായത് ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭാഗികമായ വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങൾ. ഭാഗികമായ വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളാർ കോമ്പൗണ്ട്സ്. അതാണ് പോളാർ നേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എക്സാമ്പിളാണ് HFും HBrഉം H2O ഒക്കെ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ആ ഒരു ഇലക്ട്രോൺ പെയറിനെ അതിൻ്റെ അടുത്തേക്ക് ആകർഷിക്കും. അപ്പോൾ അതിനൊരു കുറച്ച് നെഗറ്റീവ് ചാർജും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു കുറച്ച് പോസിറ്റീവ് ചാർജും കിട്ടും. ഡെൽറ്റ പോസിറ്റീവും ഡെൽറ്റ നെഗറ്റീവും അങ്ങനെയുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ പോളാർ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ അയോണിക സംയുക്തത്തിൻ്റെയും സഹസംയോജക സംയുക്തത്തിൻ്റെയും ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയോണിക സംയുക്തം എപ്പോഴും ഖരാവസ്ഥയിലായിരിക്കും. അവസ്ഥ നോക്കുകയാണെങ്കിൽ അയോണിക സംയുക്തം എപ്പോഴും ഖരാവസ്ഥയിലായിരിക്കും. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. എന്നാൽ സഹസംയോജക സംയുക്തമാണെങ്കിലോ 3 സ്റ്റേറ്റിലും, അതായത് ഖരമായിട്ടും ദ്രാവകമായിട്ടും വാതകമായിട്ടും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അയോണിക സംയുക്തം എപ്പോഴും ഖരാവസ്ഥയിലും സഹസംയോജക സംയുക്തം ഈ 3 അവസ്ഥകളിലും കാണപ്പെടും. ഖരമായിട്ടും ദ്രാവകമായിട്ടും വാതകമായിട്ടും കാണപ്പെടും. ഇനി ജലത്തിൻ്റെ ലേയത്വം നോക്കുകയാണെങ്കിൽ അയോണിക സംയുക്തം ജലത്തിൽ ലയിക്കും. ഓർത്തിരിക്കുക, അയോണിക സംയുക്തം ജലത്തിൽ ലയിക്കും. എന്നാൽ സഹസംയോജക സംയുക്തം പൊതുവെ ജലത്തിൽ ലയിക്കുന്നില്ല. എന്നാലോ അവർ ഓർഗാനിക് സോൾവൻസിൽ മണ്ണെണ്ണ, CCl4, ബെൻസീൻ തുടങ്ങിയ ഓർഗാനിക് ലായകങ്ങളിൽ ലയിക്കും. ഓർക്കുക, അയോണിക സംയുക്തം ജലത്തിൽ ലയിക്കും. സഹസംയോജക സംയുക്തം ജലത്തിൽ പൊതുവെ ലയിക്കുന്നില്ല, പകരം ഓർഗാനിക് ലായകങ്ങളിൽ ലയിക്കും. ഓക്കെ, ഇനി വൈദ്യുത ചാലകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയോണിക സംയുക്തം ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതിയെ കടത്തിവിടും. എന്നാൽ സഹസംയോജക സംയുക്തം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. ഓക്കെ, ഇനി ദ്രവണാങ്കം തിളനില, അതായത് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. ഒരു അയോണിക സംയുക്തത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും. എന്നാൽ സഹസംയോജക സംയുക്തത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും പൊതുവെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? അയോണിക സംയുക്തം ഖരാവസ്ഥയിലാണുള്ളത്. സഹസംയോജക സംയുക്തമാണെങ്കിൽ ഖരാവസ്ഥയിലും ഉണ്ടാകും, ദ്രാവകാവസ്ഥയിലും ഉണ്ടാകും, വാതകാവസ്ഥയിലും ഉണ്ടാകും. അയോണിക സംയുക്തം ജലത്തിൽ ലയിക്കും. സഹസംയോജക സംയുക്തം ജലത്തിൽ പൊതുവെ ലയിക്കുന്നില്ല. എന്നാൽ ഓർഗാനിക് ലായകങ്ങളിൽ, അതായത് മണ്ണെണ്ണ, CCl4, ബെൻസീൻ തുടങ്ങിയ ഓർഗാനിക് ലായകങ്ങളിൽ ലയിക്കും. വൈദ്യുത ചാലകതയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അയോണിക സംയുക്തം ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതിയെ കടത്തിവിടും. എന്നാൽ സഹസംയോജക സംയുക്തം പൊതുവെ വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. ഇനി ദ്രവണാങ്കവും തിളനിലയും അയോണിക സംയുക്തത്തിന് കൂടുതലായിരിക്കും, പൊതുവെ കൂടുതലായിരിക്കും. എന്നാൽ സഹസംയോജക സംയുക്തത്തിൻ്റെ ദ്രവണാങ്കവും തിളനിലയും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും പൊതുവെ താഴ്ന്നതായിരിക്കും, പൊതുവെ കുറവായിരിക്കും. ഓക്കെ, ഇത് ഓർത്തിരിക്കണം കേട്ടോ, ഇത്ര പഠിച്ചു വെക്കണം. അടുത്തൊരു പോയിന്റാണ് സംയോജകത, വാലൻസി. അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം ഒന്നെങ്കിൽ സ്വീകരിക്കുന്നതാവാം, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്നതാവാം. ഏത് രീതിയിലാണെങ്കിലും അങ്ങനെയുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ആ ആറ്റത്തിൻ്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത്. ഇപ്പം കാർബണിൻ്റെ കേസ് എടുക്കുകയാണ്. കാർബണിൽ 2, 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 4. അതിന് കാർബണിൻ്റെത് 2, 4. അതിന് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈ 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4 ഇലക്ട്രോണിനെ സ്വീകരിക്കാം. എങ്ങനെയാണെങ്കിലും അതിൻ്റെ വാലൻസി എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇനി സോഡിയത്തിൻ്റെ കേസ് നോക്കിയേ. 2, 8, 1. ഈ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ അതിൻ്റെ ഒബ്ജക്റ്റ് കോൺഫിഗറേഷൻ ആവുമല്ലോ. അതുകൊണ്ട് സോഡിയത്തിൻ്റെ വാലൻസി എത്രയാണ്? 1 ആണ്. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. 2, 8,
2 എന്ന് വരും. ആ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഈസി ആയിട്ട് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആക്കാം. അതുകൊണ്ട് തന്നെ മഗ്നീഷ്യത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 7 എന്ന് വരും. ആ ഫ്ലൂറിന് 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണോ 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതാണോ എളുപ്പം? ആ 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതിനേക്കാളും 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതല്ലേ എളുപ്പം. അപ്പോൾ അവിടെ വാലൻസി എന്തായിട്ട് വരും? 1 വരും. 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ എന്താവും? ഈ 7 എന്നുള്ളത് 8 ആവും. അതുകൊണ്ട് തന്നെ അവിടെ വാലൻസി എത്രയെന്ന് വരും? 1 വരും. അപ്പം നമ്മൾ പറഞ്ഞു, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം സ്വീകരിക്കുന്നതാവാം, വിട്ടുകൊടുക്കുന്നതാവാം, പങ്കുവെക്കുന്നതാവാം. അങ്ങനെയുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒരു ചെറിയ ടോപ്പിക്ക്, ഹൈബ്രിഡൈസേഷൻ. അത് നമ്മൾ ഇവിടെ അങ്ങ് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ കേട്ടോ. ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഹൈബ്രിഡൈസേഷൻ എന്താണ്? 2 അറ്റോമിക് ഓർബിറ്റൽസിനെ കൂട്ടിക്കലർത്തി മറ്റൊരു ഓർബിറ്റൽ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. 2 അറ്റോമിക് ഓർബിറ്റൽസിനെ കൂട്ടിക്കലർത്തി, അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? sp,d,f, അതൊക്കെ. ആ അറ്റോമിക് ഓർബിറ്റൽസിനെ കൂട്ടിക്കലർത്തി പുതിയൊരു അല്ലെങ്കിൽ മറ്റൊരു ഓർബിറ്റിൽ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഹൈബ്രിഡൈസേഷൻ കണ്ടെത്തിയതാരാണ്? ലിനസ് പോളിംഗ് ആണ്. ലിനസ് പോളിങ്ങിനെ കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു. എന്താണ് ലിനസ് പോളിങ്ങിൻ്റെ കാര്യം? ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചതാരാണ്? ലിനസ് പോളിംഗ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഹൈബ്രിഡൈസേഷൻ കണ്ടെത്തിയത് ലിനസ് പോളിംഗ് ആണ്. ഹൈബ്രിഡൈസേഷൻ എന്താണ്? 2 അറ്റോമിക് ഓർബിറ്റൽസിനെ കൂട്ടിക്കലർത്തി മറ്റൊരു പുതിയ ഓർബിറ്റൽ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഹൈബ്രിഡൈസേഷൻ. അത് കണ്ടെത്തിയത് ലിനസ് പോളിംഗ് ആണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് sp ഹൈബ്രിഡൈസേഷൻ. അതായത് s ഓർബിറ്റലും p ഓർബിറ്റലും ചേർന്ന് എന്താവുന്നു? sp ആവുന്നു. അത്രയേ ഉള്ളൂ. ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും ചേരുമ്പോൾ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ രൂപം കൊള്ളുന്നു. ഓക്കെ, ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും ചേരുമ്പോൾ sp ഹൈബ്രിഡ് ഓർബിറ്റൽ രൂപം കൊള്ളുന്നു. അതിൻ്റെ കോൺ പഠിച്ചു വയ്ക്കുക, 180 ഡിഗ്രിയാണ്. sp ഹൈബ്രിഡൈസേഷൻ്റെ കോണളവ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് sp2 ഹൈബ്രിഡൈസേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും ചേരുമ്പോൾ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് രൂപം കൊള്ളുന്നു. ഒരു എസ്സും ആ പേരിൽ തന്നെ ഉണ്ട് sp2. ഒരു എസ്സും 2 pയും ചേരുമ്പോൾ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് രൂപം കൊള്ളുന്നു. ഇനി sp2 ഹൈബ്രിഡൈസേഷനിൽ കോണളവ് എത്രയാണ്? 120 ഡിഗ്രി. sp-യിൽ 180 ആയിരുന്നു, 180 ആയിരുന്നു. sp2-ൽ എത്രയാണ്? 120 ഡിഗ്രി. ഓക്കെ, അടുത്ത sp3 ഹൈബ്രിഡൈസേഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും ചേരുമ്പോൾ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ രൂപം കൊള്ളുന്നു. ഒരു എസ്സും 3 pയും ചേർന്ന് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഇതിൻ്റെ കോണളവ് എത്രയാണ്? 109.5 ഡിഗ്രിയാണ്. ഓക്കെ, sp-യിൽ 180, sp2 ആയപ്പോൾ 120, sp3 ആയപ്പോൾ 109.5 ഡിഗ്രി. അപ്പോൾ sp-യിൽ എന്തായിരുന്നു? ഒരു എസ്സും ഒരു pയും ചേർന്ന് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ. sp2-ലോ ഒരു എസ്സും 2 pയും ചേർന്ന് 3 sp2. ഓക്കെ, ഇനി ഒരു എസ്സും 3 pയും ചേർന്ന് 4 sp3. ഇങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്. ഒരു എസ്സും ഒരു pയും ചേർന്ന് 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഒരു എസ്സും 2 pയും ചേർന്ന് 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഒരു എസ്സും 3 pയും ചേർന്ന് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. sp2-ൻ്റെത് 120 ഡിഗ്രി, sp-യുടേത് 180 ഡിഗ്രി, sp3-യുടേത് 109.5 ഡിഗ്രി. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മറ്റൊരു ചെറിയ ടോപ്പിക്കാണ് ഭൗതിക മാറ്റങ്ങളും രാസമാറ്റങ്ങളും, ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഇത് ചെറുതിലെ മുതലേ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം, നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. അതായത് ഫിസിക്കൽ ചേഞ്ച്,
ഭൗതിക മാറ്റങ്ങൾ. എന്താണ് ഫിസിക്കൽ ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ മാറ്റമാണ്. അതിൻ്റെ ആ ഒരു ഫിസിക്കൽ ചേഞ്ച് നടക്കുക, അതായത് ഭൗതിക മാറ്റം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഒരു തന്മാത്രയുടെ ക്രമീകരണത്തിൽ മാത്രമേ മാറ്റം നടക്കുന്നുള്ളൂ. തന്മാത്രകളുടെ ക്രമീകരണത്തിൽ നടക്കുന്ന മാറ്റമാണ് ഫിസിക്കൽ ചേഞ്ച്. അതിനെന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കും. അതിൻ്റെ ഷേപ്പ്, സൈസ്, വോളിയം എന്നിവയ്ക്ക് മാത്രമാണ് മാറ്റമുണ്ടാകുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്? ജലം തിളയ്ക്കുന്നത്, നമുക്ക് വീണ്ടും അതിനെ ജലമാക്കാൻ സാധിക്കും. ജലം ഐസാകുന്നത്, വീണ്ടും നമുക്ക് ഐസിനെ ജലമാക്കാൻ സാധിക്കും. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത്, ഇതെല്ലാം എന്താണ്? ഒരു ടെമ്പററി ചേഞ്ച് ആണ്, താൽക്കാലിക മാറ്റമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഫിസിക്കൽ ചേഞ്ച് എന്താണ്? അതൊരു താൽക്കാലിക മാറ്റമാണ്. തന്മാത്ര ക്രമീകരണത്തിൽ മാത്രമാണ് മാറ്റം നടക്കുന്നത്. അതിനെ പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ ഷേപ്പ്, വോളിയം, സൈസ് എന്നിവയ്ക്ക് മാത്രമാണ് മാറ്റമുണ്ടാകുന്നത്. എക്സാമ്പിൾ ഏതാണ്? ജലം തിളയ്ക്കുന്നത് ഒരു എക്സാമ്പിളാണ്. ജലം ഐസാകുന്നത് എക്സാമ്പിളാണ്. തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതെല്ലാം ഫിസിക്കൽ ചേഞ്ചാണ്, ഭൗതിക മാറ്റമാണ്. ഓക്കെ, അടുത്തത് രാസമാറ്റം, കെമിക്കൽ ചേഞ്ച്. രാസമാറ്റം എന്താണ്? ഒരു സ്ഥിരമായ മാറ്റമാണ്, പെർമനൻറ്റ് ചേഞ്ച് ആണ്, സ്ഥിരമായ ഒരു മാറ്റമാണ്. ഒരിക്കൽ നമ്മൾ ഒന്നിനെ നമ്മൾ വേറൊരു അവസ്ഥയിലോട്ട് മാറ്റി, വേറൊരു ഫോമിലോട്ട് മാറ്റിയാൽ തിരിച്ച് നമുക്ക് അതേ സാധനം തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് രാസമാറ്റം, കെമിക്കൽ ചേഞ്ച്. അവിടെ പുതിയ തന്മാത്രകളാണ് രൂപീകരിക്കപ്പെടുന്നത്. ഫിസിക്കൽ ചേഞ്ചിൽ എന്തായിരുന്നു? തന്മാത്രയുടെ ക്രമീകരണത്തിലായിരുന്നു മാറ്റം വന്നിരുന്നത്. എന്നാൽ കെമിക്കൽ ചേഞ്ചിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെ ഒരിക്കലും നമുക്ക് പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയില്ല. എക്സാമ്പിൾ എന്താണ്? ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്, അതൊരു എക്സാമ്പിളാണ് കെമിക്കൽ ചേഞ്ചിന്. വിറക് കത്തുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, ഇതെല്ലാം കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് ഒരു താൽക്കാലിക മാറ്റമാണെങ്കിൽ കെമിക്കൽ ചേഞ്ച് ഒരു സ്ഥിരമാറ്റമാണ്. ഫിസിക്കൽ ചേഞ്ചിൽ തന്മാത്ര ക്രമീകരണത്തിൽ മാത്രമാണ് മാറ്റം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ കെമിക്കൽ ചേഞ്ചിൽ പുതിയ തന്മാത്രകളാണ് രൂപീകരിക്കപ്പെടുന്നത്. ഇനി ഫിസിക്കൽ ചേഞ്ചിൽ പഴയ അവസ്ഥയിലേക്ക് അവയെ മാറ്റാൻ കഴിയില്ല. ഫിസിക്കൽ ചേഞ്ചിൽ പഴയ അവസ്ഥയിലേക്ക് അവയെ മാറ്റാൻ കഴിയും, എന്നാൽ കെമിക്കൽ ചേഞ്ചിൽ പഴയ അവസ്ഥയിലേക്ക് അവയെ മാറ്റാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ ഹൈബ്രിഡൈസേഷൻ്റെ കോണളവ് മറക്കാതിരിക്കുക. ദെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞു, അത് പഠിക്കുക. ബന്ധനങ്ങൾ, അയോണിക് ബോണ്ടിങ്ങും കെമിക്കൽ ബോണ്ടിങ്ങും പഠിക്കുക കേട്ടോ. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം അത് ഓർത്തിരിക്കുക, ഗിൽബർട്ട് എൻ ലൂയിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. താങ്ക് യു.